ഹലോ, എൻ്റെ പേര് സജനാട്ട. ഞാനും ചെറിയ തോതിലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രാൻഡഡ് കണ്ടന്റ് ഓൺ ആയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ വീഡിയോയുടെ കമൻസിലും അല്ലാതെ പേഴ്സണൽ മെസ്സേജിലൊക്കെ കുറേ പേര് റെസ്പോൺസ് ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചി ബ്രാൻഡഡ് കണ്ടന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിരുന്നു. അപ്പോൾ അറിയണ പോലെ കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അറിയാത്തവർക്കായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ബ്രാൻഡഡ് കണ്ടൻസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ആൻഡ് ടൂൾസിൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട്സ് ആൻഡ് ടൂൾസിൽ ബ്രാൻഡഡ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മാനേജ് പ്രൊജക്ട്സ്, ഡിസ്കവർ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡിസ്കവർ പ്രൊജക്ട്സിൽ നമുക്ക് എന്താ പറയുക, പല ബ്രാൻഡിൻ്റെ കൊളാബറേഷന് വേണ്ടിയിട്ടുള്ള ഇത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ എടുത്തിട്ട് നമ്മൾ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. അതിൽ പേയ്മെൻറ്റിൻ്റെ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ആ പേയ്മെൻറ്റിന് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണാം. ആ ടിക്ക് മാർക്കിൽ അപ്പോൾ അവരതിൻ്റെ റെസ്പോൺസ്, അതായത് നമ്മൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞതിൻ്റെ റെസ്പോൺസ് ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അവരതിന് നമ്മൾ കൊളാബ് ചെയ്ത് കൊടുക്കുക, പെയ്ഡ് പ്രൊമോഷൻ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ബ്രാൻഡഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ വ്യൂസിനനുസരിച്ച് നമുക്ക് പൈസ ഒന്നും കയറില്ല. ക്രോസ് പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റയും കൂടി ഒരുമിച്ച് ക്രോസ് പോസ്റ്റിംഗ്, നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്നത് ഫേസ്ബുക്കിലും ഇടുന്നത് ഇൻസ്റ്റയിലും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഫേസ്ബുക്കിൽ നമുക്ക് ഡോളർ കയറും. അത് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ കയറുക. അതിന് നമ്മൾ സ്റ്റേബിളായിട്ട് വീഡിയോസ് ഇടണം. അതേപോലെ തന്നെ എന്താ പറയുക, പേ ഔട്ട് കറക്റ്റ് ചെയ്യുക, പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക, സ്റ്റേബിളായിട്ട് വീഡിയോയുടെ ആക്റ്റീവ് ആവുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാൻഡഡ് കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായില്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ.